തനിക്ക് ശരിക്കും അവളോട് പ്രണയം തോന്നിയിരുന്നു. തന്നെ കൂടുതൽ അസ്വസ്ഥമാക്കാൻ ആ ചോദ്യങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ബദ്രി മനസ്സിലാക്കി. സർ, ഇന്ന് വേറെ മീറ്റിംഗ് ഒന്നും തന്നെയില്ല, മഹി ബദ്രിയോടായി പറഞ്ഞു. മനസ്സൊന്ന് ശാന്തമാക്കാൻ ബദ്രിയും ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറയും. ഓക്കെ സർ. ബദ്രി പുറത്തേക്ക് നടക്കുമ്പോൾ പലതും തീരുമാനിച്ചുറപ്പിച്ച പോലുള്ള ആൻവിയുടെ ഭാവത്തെ പുച്ഛിച്ചു തള്ളി. താൻ എവിടെയാ താമസം? ഇപ്പോൾ റനയും ശിവയും നല്ല കൂട്ടാണ്. റനയുടെ മണ്ടത്തരം കാരണം ഓഫീസിൽ പോകുന്ന സമയം അല്ലിയുടെ കുറവ് മാറുന്നുണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ ഓഫീസ് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ജോലി കിട്ടിയ സന്തോഷത്തിൽ അല്ലിക്ക് എന്തേലും ഗിഫ്റ്റ് വാങ്ങാമെന്ന് ശിവയും കരുതി ലേഡീസ് സെക്ഷനിൽ ഓരോന്ന് നോക്കി നടക്കുമ്പോഴാണ് റനയുടെ ചോദ്യം. ഇവിടെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ, പിന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചാ. ഈ താനെന്നൊന്നും വേണ്ട ശിവ, അത് മതി. അല്ല, ബോസിന്റെ മകന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എത്ര നാളായി സ്നേഹത്തിലാ? അവരുടെ പ്രണയം അറിയാൻ ഉള്ള ഇത് അത് തന്നെ. അതിന് അയാൾ എനിക്കറിയില്ലല്ലോ എന്ന് വെച്ചാ? എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. അങ്ങനെ നടന്ന നല്ല രസമുണ്ടാവും അല്ലേ? അല്ലിയേക്കാൾ കഷ്ടമാണല്ലോ ഇവൾ. അപ്പോൾ നീ അയാളെ കണ്ടിട്ടേയില്ലേ? പേര് പോലും അറിയില്ല നിനക്ക്? കണ്ടിട്ടില്ല, പക്ഷേ പേരറിയാം. ആകാശ് മേനോൻ. നമ്മുടെ ബോസിനെ പോലെയല്ല മകൻ. ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇവർക്ക് വേറെയും കമ്പനിയുണ്ട്. അതിലെ MD അയാളാ. ഇവിടത്തെ പോലെയൊക്കെ തന്നെയാ. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവിടെ സ്റ്റാഫായിട്ട് ഒരൊറ്റ ആള് പോലും പെൺകുട്ടികളില്ല. അതെന്താ, അയാൾ സ്ത്രീ വിരോധിയാ? ആവോ, ആർക്കറിയാം. പക്ഷെ മോളെ ഒരടാറ് മൊഞ്ചനാ എന്നാ എല്ലാരും പറയണേ. എനിക്കത് മതി. പിന്നെ സ്വഭാവം അത് ഞാൻ മാറ്റിയെടുത്തോളാം. റന പറയുന്നുണ്ടെങ്കിലും ശിവയുടെ ചിന്ത അയാളിൽ കുടുങ്ങി നിന്നു. ഇങ്ങനെയും ഉണ്ടാവോ മനുഷ്യർ? അച്ചു, വേണ്ടടാ പോട്ടെ, പാവല്ലേ. ആകാശിന്റെ ഉറ്റ സുഹൃത്തും അതിലുപരി അവന്റെ കമ്പനിയിൽ തന്നെ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്ന ഹനാൻ പറഞ്ഞതും കലിപ്പിൽ അവനെ നോക്കി മുന്നിൽ നിന്ന് കരയുന്നവളുടെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണീർ അല്പം പോലും അവന്റെ ദേഷ്യത്തെ ശമിപ്പിച്ചില്ല. നീ സോറി പറയുന്നോ അതോ? സോറി പറയണമെന്നുണ്ടെങ്കിലും ഇത്രയധികം ആളുടെ മുന്നിൽ നാണം കെട്ടതിലുള്ള അപമാനത്തിൽ അവളുടെ നാവ് പൊങ്ങിയില്ല. ആൾക്കൂട്ടം കണ്ട് ശിവയും റനയും അങ്ങോട്ടേക്ക് വന്നു. കൂട്ടത്തിന്റെ നടുക്കായി ഒരു പെൺകുട്ടി കരയുന്നു. അവളെ നോക്കി ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നു. അടുത്തുള്ള വേറൊരുത്തൻ അവനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നെങ്കിലും അതിനവനെ കൊണ്ട് പറ്റുന്നില്ല. എന്താ ചേട്ടാ പ്രശ്നം? എന്ത് പറയാനാ മോളെ, ആ കുട്ടി അവിടെ വെറുതെ നിൽക്കുമായിരുന്നു. അപ്പോൾ കൊച്ചൻ അറിയാണ്ട് വന്നിടിച്ചു. അതിൽ അവളുടെ കയ്യിലുള്ള എന്തോന്ന് അവന്റെ ഷർട്ടിലായി. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാ ഇത്ര വഷളായത്. അവനല്ലേ വന്നിടിച്ചേ, അതിനെന്തിനാ ആ കുട്ടി സോറി പറയുന്നത്? അയാൾ പറഞ്ഞു നിർത്തിയതും ശിവ അയാൾക്ക് നേരെ ചോദ്യമുയർത്തി. ഇത് തന്നെയാ ആ പെങ്കൊച്ചു ചോദിച്ചത്. അപ്പോ ആ ചെക്കൻ അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ചടിച്ചു. ഇനിയും സോറി പറയാനാ പറയണേ? ഓക്കെ, നിനക്ക് സോറി പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എൻ്റെ ഈ ഷൂസ് ഒന്ന് തുടച്ചു തന്നേക്ക്. ഡാ, നീ എന്തൊക്കെ ഇതിച്ചിരി ഓവറാച്ചു. ഹനാൻ ആവുന്നത്ര അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. ആകാശിന്റെ പ്രവൃത്തിയിൽ ഹനാന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളത് ചെയ്യില്ലെങ്കിലോ? പെട്ടെന്ന് ശിവയുടെ ശബ്ദം അവന്റെ കാതിൽ വന്ന് പതിച്ചതും അവൾക്ക് നേരെ അവൻ തിരിഞ്ഞു. റനയും ഹനാനും ഇവളിതെന്തിനുള്ള പുറപ്പാടാ എന്ന രീതിയിൽ ശിവയെ നോക്കി. മുന്നിൽ നിൽക്കുന്നവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ മറന്നു പോയിരുന്നു അച്ചു. അവളിൽ മാത്രം കണ്ണ് ചുരുങ്ങിയ പോലെ. ഇന്നേ വരെ ഒരാളിലും തോന്നാത്ത ഒന്ന്. പെട്ടെന്നെന്തോ ഒരു പ്രേരണയിൽ അവൻ കണ്ണുകളെ പിൻവലിച്ചു. തന്റെ മുന്നിലുള്ള ആജാനബാഹുവിനെ പോലുള്ള അച്ചുവിനെ ശിവയും നോക്കി. മീശയും താടിയുമായി തിങ്ങി നിറഞ്ഞ മുഖം, വൃത്തിയായി കുളിച്ചിട്ട് മാസങ്ങളായി എന്ന് തോന്നിക്കുന്ന പ്രകൃതം, തലമുടിയും ചീപ്പുമായി എന്തോ ശത്രുത ഉള്ളതുപോലെ അലങ്കോലമായി കിടക്കുന്ന മുടി ഇടയ്ക്കിടെ പിറകിലേക്ക് മാടി ഒതുക്കുന്നുണ്ട്. അത് നീയാണോ തീരുമാനിക്കുന്നത്? അച്ചു ശിവയെ ഒരു സംശയഭാവത്തിൽ ചോദിച്ചു. ഇയാൾ എന്തിനാ ഇങ്ങനെ കരയണേ? കണ്ണൊക്കെ ഒന്ന് തുടച്ച്. ദേ, തന്റെ ഫ്രണ്ട് എത്ര നേരായി കാത്തു നിൽക്കുന്നതാ. ചെല്ല്. അച്ചുവിന്റെ ചോദ്യത്തിനെ മാനിക്കാതെ കരഞ്ഞു നിൽക്കുന്ന കുട്ടിയോടായി പറഞ്ഞു ശിവ അവളെ സമാധാനിപ്പിച്ചു. ഇനി എന്ത് സംഭവിക്കും എന്ന രീതിയിൽ അവിടെ കൂടി നിന്നവരിൽ ശിവയുടെ പ്രവൃത്തി കാണെ പുഞ്ചിരി വിരിഞ്ഞു. മറ്റു പലരിൽ അച്ചുവിനോടുള്ള പുച്ഛം. അതൊക്കെ കണ്ടവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞ അവനെ ഹനാൻ പിടിച്ചു വെച്ചു. അങ്ങനങ്ങ് പോയാലോ? അവനൊന്ന് നോക്കി തിരികെ പോവാൻ നിന്ന ശിവയുടെ കയ്യിലായി പിടിച്ചു നിർത്തി. കയ്യെടുക്ക് പറഞ്ഞതും അവൻ ഒന്നുകൂടി കയ്യിൽ മുറുക്കി പിടിച്ചു. അടുത്ത നിമിഷം അച്ചുവിന്റെ കവിളിൽ അവളുടെ മറ്റേ കൈ പതിഞ്ഞിരുന്നു. കണ്ടുനിന്ന ഹനാനും റനയും അവരുടെ കവിളിൽ കൈവച്ചു. അവർക്ക് കിട്ടിയ പ്രതീതി ഉണ്ടായിരുന്നു ആ അടിക്ക്. മേലിൽ ഇമ്മാതിരി സ്വഭാവമായി താൻ മറ്റൊരു പെണ്ണിനോട് പെരുമാറരുത്.
അവനോടായി വിരൽ ചൂണ്ടി ഒട്ടും പതറാതെ പറഞ്ഞവൾ നടന്നു. അപമാനത്തിലുപരി അവളോടുള്ള പക അവനിൽ അധികരിച്ചു. നിനക്കിതെന്താ പെണ്ണെ, എന്ത് ധൈര്യത്തിലാ അവനെ അടിച്ച്? കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ഇതും പറഞ്ഞതു മുതൽ അല്ലി ഉപദേശിക്കാൻ തുടങ്ങിയതവളെ. അല്ലിയുടെ സംസാരം ശിവയെ ചൊടിപ്പിച്ചു. അവൻ എന്ത് ധൈര്യത്തിലാ അവളെ അടിച്ച്? അത് തെറ്റല്ലേ? അവനെ പോലെയാണോ നീ? അവൻ ആൺകുട്ടിയാ. ആണാണെങ്കിൽ ആരെയും അടിക്കാമോ? തെറ്റ് അവൻ്റെ ഭാഗത്താണെന്ന് ഉറപ്പുള്ളതല്ലേ? എന്നിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കൈനീട്ടി അടിക്കാൻ അവന് പറ്റിയെങ്കിൽ ഞാൻ അടിച്ചതിലും തെറ്റില്ല. ആദ്യം ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതെങ്ങനാ? താൻ ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല എന്ന ചിന്തയാ പല പുരുഷന്മാർക്കും. വാക്കുകൾക്ക് അവസാനം അവളുടെ അനുഭവവും ഉള്ളതായി അല്ലിക്ക് തോന്നി. അതവളിൽ ചെറിയൊരു നോവ് പടർത്തി. ശിവ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ലടാ. അവനിനി എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാലോ? എപ്പോഴും ഞാൻ ഉണ്ടാവണമെന്നില്ലല്ലോ നിന്നെ രക്ഷിക്കാൻ. ഇതാരാ പറയണേ? പാർട്ടിയെ കണ്ടവിടുന്ന് നീയാ എന്നെ രക്ഷിക്കാൻ വരുന്നേ? അവൻ വരുമ്പോ അല്ലേ, അപ്പൊ നോക്കാം. അത്രയും പറഞ്ഞ് ഫ്രഷ് ആവാൻ കയറി. ഇനി അല്ലി പറഞ്ഞ പോലെ അയാളെങ്ങാനും പ്രശ്നം ഉണ്ടാക്കാൻ വരുവോ? വന്നാലെന്താ, ഞാൻ ആരാണെന്ന് അയാൾ അറിയും. അവിടെ നിൽക്ക്. ഓഫീസിൽ എന്താ പോകാത്തെ? മുകളിലേക്ക് പോകാനൊരുങ്ങിയ ആകാശിനെ ശങ്കർ തടഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഓഫീസിൽ പോകാത്തത് കൊണ്ട് ശങ്കർ ചോദിച്ചു. പോയിട്ടും വലിയ കാര്യമില്ല. അവൻ പോകാതിരുന്ന അവിടുത്തെ സ്റ്റാഫിന് അല്പം സമാധാനം ഉണ്ടാവും. തോന്നിയില്ല? പോയില്ല. നീ ഇനി എന്നാ ഉത്തരവാദിത്തം എന്താണെന്ന് പഠിക്കുക? എൻ്റെ കൂടെ കമ്പനി നോക്കി നടത്താൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഇപ്പൊ നിനക്കായി ഏൽപ്പിച്ച കമ്പനിയെ നോക്കില്ലെന്ന് വെച്ചാ നീയൊക്കെ ഇനി എന്നാ ജീവിതം പഠിക്കാൻ പോണേ? എന്നെ ജീവിതം പഠിപ്പെങ്കിൽ ഇവിടെ ആരും ബുദ്ധിമുട്ടണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. അച്ഛനോട് കയർത്ത് സംസാരിക്കരുതെന്ന് അറിയില്ലേ അച്ചു നിനക്ക്? വഴക്കിൻ്റെ ഇടയിൽ അവൻ്റെ അമ്മ പിടിച്ചു മാറ്റി. ശങ്കറിൻ്റെ ദേഷ്യത്തിനേക്കാൾ 10 മടങ്ങ് ആകാശിലുണ്ടായിരുന്നു. സംസാരിക്കട്ടെടി, ഇവനൊന്നും പഠിക്കില്ല. അതെന്താണെന്നറിയോ? ജനിച്ച അന്നു മുതൽ ഒരു കുറവില്ലാതെ വളരുന്ന കൊണ്ടാ. പണത്തിന്റെ വില അറിയാത്തത് കൊണ്ടാ. അച്ഛൻ്റെ കാശിൽ ആർഭാടം കാണിക്കുന്നതും കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിക്കുന്നതൊന്നും അല്ലടാ. നീ സ്വന്തമായി ജീവിച്ച് കാണിക്ക്, എന്നിട്ട് അഹങ്കരിക്ക്. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ തിന്നുമുടിച്ച് ഇനിയും ജീവിക്കാൻ അനുവദിക്കില്ല. എൻ്റെ ചെലവിൽ കഴിയുമ്പോൾ എന്നെ അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണം. തൊട്ടടുത്ത ചെയർ തട്ടിമറിച്ചവൻ മുകളിലേക്ക് പോയി. ദേഷ്യം തീരുവോളം പഞ്ചിങ് ബാഗിൽ തുടരെ തുടരെ ഇടിച്ചു. ഇടയ്ക്കെപ്പോഴോ വീട് വിട്ടിറങ്ങിപ്പോയാലോ എന്നിവരെ ചിന്തിച്ചു. പക്ഷേ തൻ്റെ അമ്മയെ പിരിയുന്ന കാര്യമോർത്ത് അവൻ അതിന് തുനിഞ്ഞില്ല. എന്നാലും തന്നെ ഇത്രയും തരം താഴ്ത്തി അച്ഛൻ സംസാരിച്ചത് അവൻ്റെ മനസ്സിൽ ദേഷ്യത്തിൻ്റെ ആക്കം കൂട്ടി. കണ്ണടച്ചാൽ തനിക്ക് നേരെ കൈയുയർത്തിയവളുടെ രൂപം മുന്നിൽ തെളിയുന്ന പോലെ. സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് വിദൂരത്തേക്ക് നോക്കി നിന്നു. സാർ വിളിച്ചിരുന്നോ? റന ക്യാബിനിലേക്ക് കയറി ചോദിച്ചതും ശങ്കർ ഫോണിൽ നിന്ന് തല ഉയർത്തി അവളെ നോക്കി. യാ റന. ശിവ എവിടെ? വേഗം വരാൻ പറയ്. ഓക്കെ സർ. ആ പിന്നെ അജിത്തിനോട് അന്ന് ഞാൻ പറഞ്ഞ ഫൂട്ടേജ് കൊണ്ടുവരാൻ പറഞ്ഞേക്ക്. ഓക്കെ സർ. ആൻഡ് വൺ മോർ തിങ്. തിരികെ പോകാൻ നിന്ന റെനെ ശങ്കർ പിറകെ നിന്നും വിളിച്ചു. ഇനി എന്താണാവോ എന്ന ഭാവത്തിൽ അവൾ നോക്കി. എൻ്റെ ഭാവി മരുമകളാവാനുള്ള തയ്യാറെടുപ്പ് ഏതുവരെയായി? അയാളുടെ ചോദ്യത്തിൽ റെന ഒന്ന് ഞെട്ടി. എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാത്ത അവസ്ഥ. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവും കണ്ട് അയാൾക്ക് നന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. അത് സർ, ഞാൻ ചുമ്മാ. എങ്ങനെയോ അത്രയും പറഞ്ഞൊപ്പിച്ച് ഒന്നിളിച്ചു കൊടുത്തു. ഗൗരവത്തിൽ നിന്ന ശങ്കർ പെട്ടെന്ന് ചിരിച്ചു. അയാളിൽ നിന്ന് ആദ്യമായാണ് ഇങ്ങനെയൊന്ന്. അതുകൊണ്ട് തന്നെ റന ഞെട്ടാതിരുന്നില്ല. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പോകാൻ പറഞ്ഞു. എന്താടി, നല്ല സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? മോളെ ശിവ, അതറിഞ്ഞാൽ നീ ഞെട്ടും. നീ അറിഞ്ഞോ? MD ഇന്നെന്നെ നോക്കി ചിരിച്ചു. ഓ, അതാണ് വലിയ കാര്യം. എന്നെ നോക്കി എപ്പോഴും ചിരിക്കാറുണ്ട്. എടി ബുദ്ധൂസേ, ഇതങ്ങനത്തെ ചിരിയല്ല. അതുവേ ഇതിറേ. ഓഹോ, അല്ല, എന്തിനാ ചിരിച്ചേ? ശിവ ചോദിച്ചതും റന കാര്യം മുഴുവനും പറഞ്ഞു. അപ്പോ നിന്നെ മരുമകളാക്കാൻ MDക്ക് സമ്മതമാണെന്നാണോ? ആയിരിക്കും. ഇത്രയും സൗന്ദര്യം സൽസ്വഭാവിയായിട്ടുള്ള എന്നെ ഇഷ്ടപ്പെട്ടു കാണും. പക്ഷെ എനിക്ക് താല്പര്യമില്ല. അതെന്താ? അതൊന്നുമില്ല. അയ്യോ, നിന്നെ സാറ് വിളിക്കുന്നെന്ന് പറയാൻ വന്നയാ, മറന്നുപോയി. വേഗം പൊക്കോ. ഇവളിപ്പോ എന്താ തീരുമാനം മാറ്റിയതെന്നറിയാൻ ശിവക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും താമസിച്ചതുകൊണ്ട് നേരെ ശങ്കറിന്റെ ക്യാബിനിലേക്ക് പോയി. മഹി, ഈ ഫയല് മെയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായി? ഈസ് ദർ എനി റെസ്പോണ്ട് ഫ്രം ദെയർ സൈഡ്? ബദ്രി മെയിൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മഹിയോടായി ചോദിച്ചു. നോ സർ, നോട്ട് ഇറ്റ്. ഓക്കെ സർ. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് സ്റ്റാർസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായിട്ട്. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അവിടുത്തെ അക്കൗണ്ടൻ്റ് ആവും നാളെ വരുന്നത്. അക്കൗണ്ടൻ്റോ? അപ്പോൾ MD? അറിയില്ല സർ.
നീരസത്തോടെ ഭദ്രയൊന്ന് മൂളി. ഇടയ്ക്കിടെ ഇങ്ങനെയൊരു മീറ്റിംഗ് പതിവുള്ളതാ. രണ്ടും കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പിൽ ഒരു പ്രൊജക്റ്റ്. ഭദ്രയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, ആദിനാഥ് പറയുന്നത് കൊണ്ട് സമ്മതിച്ചു എന്നേ ഉള്ളൂ. എല്ലായ്പ്പോഴും ശങ്കർ സാർ ആണല്ലോ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇപ്രാവശ്യം ആരാവും? ആ തെമ്മാടിയെങ്ങാനാവോ? ബദ്രി ചിന്തിച്ചു. വാട്ട്, നീ നീ ബദ്രിനാഥ് സാറിന്റെ വൈഫായിരുന്നോ? ശിവ പറഞ്ഞത് കേട്ട് റെന ഞെട്ടി. ഒരലർച്ചയായിരുന്നു. റെനയുടെ ചോദ്യത്തിന് ശിവ ഒന്ന് മൂളിയതേയുള്ളൂ. ശിവ, ആർ യു ഷുവർ? എൻ ഗ്രൂപ്പ്സിന്റെ ഓണർ ബദ്രി തന്നെയാണോ, അതോ നിനക്ക് ആള് മാറിയതോ? വെളിവില്ലാത്ത പെണ്ണിന്റെ ചോദ്യം കേട്ട് ശിവക്ക് ദേഷ്യം വന്നു. ഒന്ന് തുറച്ചു നോക്കി എണീറ്റ് പോകാൻ തുനിഞ്ഞപ്പോ അവൾ പിടിച്ചിരുത്തി ഒന്ന് ഇളിച്ചു കൊടുത്തു. അല്ല, ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചാ. ശിവ ഒന്നും മിണ്ടിയില്ല. അവളുടെ മനസ്സിൽ ശങ്കർ സാർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഞാൻ ഗ്രൂപ്പ്സ് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് ചെന്നൈ വരെ പോകണം. സോ എനിക്ക് പകരം അവിടെ താനുണ്ടാവണം. പറയാൻ കാരണങ്ങളൊന്നുമില്ലാതെ ശിവ വലഞ്ഞു പോയിരുന്നു. ഇനി കാണേണ്ടി വരരുതേ എന്ന് വിചാരിച്ചിരുന്നതാ അവൾ. റെനക്കാണെങ്കിൽ ഒരുപാട് സംശയങ്ങളും. അപ്പോ നിങ്ങൾ? വി ആർ സെപ്പറേറ്റഡ്.